കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 25-ാമത് വാക്യം. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്നവൻ നിരൂപിച്ചു, എങ്കിലും അവർ ഗ്രഹിച്ചില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ സ്തെഫാനോസിൻ്റെ ഒരു പ്രസംഗമാണ് 7-ാം അധ്യായത്തിലെ അവിടെ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ്. സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിനകത്ത് ഉൾപ്പെട്ട് വന്നൊരു വിഷയമാണ് മോശയുടെ ജനനം, അതിന് മുമ്പായിട്ട് സംഭവിക്കുന്നതും അതിനെ തുടർന്ന് സംഭവിക്കുന്നതുമായ കാര്യങ്ങൾ. ഇതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പറയുന്നു: അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത കാലം അടുത്തപ്പോൾ മിസ്രയീമിൽ ഇസ്രായേൽ ജനം വർദ്ധിച്ച് പെരുകി. യോസഫിനെ അറിയാത്തൊരു രാജാവ് വന്നു. ആ സമയത്ത് ഇസ്രായേലിനെതിരെ, യഹൂദ ജനത്തിനെതിരെ ഫറവോനും കൂട്ടരും ഒരു ഉപായം പ്രയോഗിച്ചു. ഇവിടെ കുഞ്ഞുങ്ങൾ ജനിക്കാൻ പാടില്ല, ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊന്നുകളയണം എന്നൊരു നിയമം കൊണ്ടുവരികയാണ്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ആൺകുട്ടികളെ കൊന്നുകളയണമെന്നൊരു നിയമം ആര് കൊണ്ടുവരുന്നു? ഫറവോനും അവൻ്റെ കൂട്ടരും കൊണ്ടുവരികയാണ്. ഇതെല്ലാം നടക്കുന്ന ഈ സമയത്താണ്, ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് മോശ എന്ന കുഞ്ഞ് എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. ജനിക്കുമ്പോഴേ മോശ എന്ന കുഞ്ഞ് ദിവ്യസുന്ദരനെന്ന് അവർ കണ്ടു. സ്തോത്രം. നമുക്കറിയാം, തകർക്കുമെന്ന് പറഞ്ഞവൻ്റെ കൂടാരത്തിനകത്ത് ദൈവം മോശയെ വളർത്തി. അതൊക്കെ ഒരു ദൈവ പദ്ധതി എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളെ ഉടയ്ക്കും, നമ്മളെ നശിപ്പിക്കും, ഇല്ലെങ്കിൽ നമ്മളെ വേണ്ട എന്ന് പറഞ്ഞവരുടെ മുൻപിൽ നമ്മളെ ഉയർത്താൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ആരുടെയും നിന്ദകളോ അപവാദങ്ങളോ ക്ലേശങ്ങളോ നിൻ്റെ ഒറ്റപ്പെടുത്തലുകളോ കൊണ്ട് പേടിച്ച് ഭയപ്പെട്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ വേണ്ട എന്ന് പറഞ്ഞവർ നിന്നെ വേണമെന്ന് പറയുന്നൊരു സാഹചര്യം വരും. നിന്നെ തള്ളിക്കളഞ്ഞവർ നിന്നെ ചേർത്തുകൊണ്ട് വയ്ക്കുന്നൊരു കാര്യം വരും. നിൻ്റെ ഇമ്പോർട്ടൻസ്, നിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കുമെന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. ഇതൊരു വാഗ്ദത്തമായിട്ടൊരു ദൂതായിട്ട് ഏറ്റെടുത്തോളാം. ഇവിടെ മോശയെ, സ്തോത്രം, ദിവ്യസുന്ദരൻ എന്ന് കണ്ടു. മിസ്രയീമിൻ്റെ സകല അഭ്യാസത്തിലും ജ്ഞാനത്തിലും മോശ വളർന്നു. അതായിട്ട് നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് 23 മുതലുള്ള വാക്യങ്ങൾ, അവന് 40 വയസ്സ് തികയാറായ സമയത്താണ് ഇസ്രായേൽ മക്കളായ സഹോദരന്മാർ ചെന്ന് കാണണമെന്ന് അവൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ ചെന്നു. അപ്പോഴാണ് അവിടെ ഒരു അന്യായം നടക്കുന്നത് കണ്ടത്. യഹൂദനെ മിസ്രയീമിനെ എന്ത് ചെയ്യാണ്? ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ മിസ്രയീമിനെ അടിച്ചു കൊന്ന് ന്യായപാലനം ചെയ്തു. സ്തോത്രം. പിറ്റേ ദിവസം പോകുന്ന സമയത്ത് സഹോദരങ്ങൾ അല്ലെങ്കിൽ യഹൂദന്മാർ തമ്മിൽ ബഹളമുണ്ടാക്കുന്നത് കണ്ട സ്തോത്രം അവൻ എന്ത് ചെയ്തു? സ്തോത്രം ചോദ്യം ചെയ്യുകയാണ്. അവിടെ വെച്ചാണ് മോശയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നത്. 24-ാം വാക്യത്തിലേക്ക് വന്ന അവരൊരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവനെ തുണനിന്നു. മിസ്രയീമിനെ അടിച്ചു കൊന്നു, പീഡനത്തിന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്നവൻ നിരൂപിച്ചു, എങ്കിലും അവർ എന്ത് ചെയ്തില്ല? ഗ്രഹിച്ചില്ല. പിറ്റേന്നാളാണ് പോകുന്ന സമയത്ത് ഇവർ തമ്മിൽ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് മോശ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവനെ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരി ന്യായകർത്താവും ആക്കിയത് എന്ന് ചോദിക്കുന്ന ഒരു ഭാഗത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്താ എൻ്റെ അർത്ഥം? അന്ന് മോശ ചിന്തിച്ചത്, എന്നെ ഇവർ തിരിച്ചറിയുമെന്ന് ചിന്തിച്ചു, എന്നെ ഇവർ ഗ്രഹിക്കുമെന്നവർ അവൻ ചിന്തിച്ചിട്ടാണ് ആ പ്രവൃത്തി ചെയ്തത്. പക്ഷെ അവർക്ക് എന്ത് ചെയ്തില്ല? മനസ്സിലായില്ല, അല്ലേ? എന്താ എൻ്റെ അർത്ഥം? നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇന്ന് പലപ്പോഴും നമ്മുടെ ചെയ്തികൾ, നമ്മുടെ പ്രവൃത്തികൾ പലർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്, അല്ലേ? നമ്മൾ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടെ, നല്ല ആഗ്രഹത്തോടു കൂടെ ചെയ്യുന്ന വിഷയങ്ങൾ പലപ്പോഴും നമുക്ക് വേദനയ്ക്ക് കാരണമായി വരാറുണ്ട്. നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നല്ല ആഗ്രഹത്തോടെ ആയിരിക്കും നമ്മളത് പ്രവർത്തിക്കുന്നത്. പക്ഷേ പലപ്പോഴും അത് നമുക്ക് വേദനയ്ക്ക് കാരണമായിട്ട് എന്ത് ചെയ്യും? വരും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, ഇത് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. 40 വയസ്സ് കഴിഞ്ഞപ്പോഴേ ഈ സംഭവം നടക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ജനം മോശയെ തിരിച്ചറിയാൻ പിന്നെയും 40 വർഷം എടുത്തു എന്നുള്ളതാണ്. മുൾപ്പടപ്പിൻ്റെ അവിടെ വെച്ച് ദർശനം കൊടുത്ത മോശ തിരികെ വരുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ നായകനായിട്ടാണ്. നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവും അധികാരമാക്കിയത് ആരെന്ന് ചോദിച്ച അതേ ജനത്തിൻ്റെ നായകനാക്കിയ ദൈവം മോശയെ ആക്കി വെപ്പാൻ തക്കവണ്ണം ഇവിടെ. എന്താ എൻ്റെ അർത്ഥം? ഒരിക്കൽ അവൻ ചിന്തിച്ച്, ഇവർ എന്നെ മനസ്സിലാക്കും, ഞാൻ മുഖാന്തരം രക്ഷ നൽകും എന്ന് അവർ തിരിച്ചറിയുമെന്ന് അവർ ചിന്തിച്ചു. പക്ഷെ അന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷേ കാലത്തിൻ്റെ പോക്കിൽ അത് മാറിപ്പോയില്ല. ദൈവം
ദൈവം അത് പിന്നെയും മോശയുടെ മുൻപിൽ അത് വെളിപ്പെടുത്തി. അവൻ്റെ സഹോദരങ്ങൾ മോശയെ തിരിച്ചറിയുന്ന ഒരു തലത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടവന്നെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ ആണ്ടിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നു നിൽക്കുകയാണ്. നിങ്ങളോട് ഞാൻ പറയാം, ഇന്നലകളിൽ നിന്നെ തിരിച്ചറിയാത്തവർ, നിന്നെ മനസ്സിലാക്കാത്തവർ ഈ വരും ദിവസങ്ങളിൽ നിന്നെ മനസ്സിലാക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം. അവിടുത്തെ ശക്തിയും അവിടുത്തെ കൃപയും ഈ സന്ദേശത്തിലൂടെ ജനത്തിലേക്ക് വെളിപ്പെടണം. ഇത് അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ ദൈവം ഇടവരുത്തിയാട്ട്. എല്ലാം മഹത്വവും കർത്താവൻ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.